The topic which we are going to deal today is unijunction transistor from Basic Electronics of Engineering, Electronics and Communication. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന സൈഡ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ മാത്രമുള്ള ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു ദ അതർ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ബേസിക് നമ്മൾ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു എൻ ടൈപ്പ് സ്ലാബ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് എൻ ടൈപ്പ് ഗൈസ്. ഈ എൻ ടൈപ്പ് സ്ലാബ് സിലിക്കൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്. ഇത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ലൈറ്റ്ലി ഡോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ അപ്പോൾ ഹൈലി റെസിസ്റ്റീവ് ആണ്. ഇതിന് രണ്ട് ബേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് B2, ഇത് B1. 2 ബേസസ് ആർ ഗിവൺ. ഇനി ഇതിന് B2-ന് അരികിലായിട്ട് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് നൗ ദർ ഇസ് എ PN ജംഗ്ഷൻ ഹിയർ. റൈറ്റ്, ദി എൻറ്റയർ സ്ലാബ് N അല്ലേ. And this P type is heavily doped. അപ്പോൾ P-ന് സൈഡ് is least resistive. ഇനി ഈ ടെർമിനലാണ് നമ്മൾ എമിറ്ററായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ UJT. ഇത്രയും ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈക്വലൻ്റ് സർക്യൂട്ടിലേക്ക് നമ്മൾ പോവാണ്, ഇതിൻ്റെ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഈ എൻ ടൈപ്പ് സെമികണ്ടക്ടർ സെക്ഷൻ ഇസ് ലൈറ്റ്ലി ഡോപ്ഡ്, സോ ഇറ്റ്സ് എ വെരി ഹൈ റെസിസ്റ്റീവ്. അപ്പം എനിക്ക് ഇവിടെ ഹൈ റെസിസ്റ്റീവ് എന്ന് ഈക്വലൻ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം, വേണ്ടേ അല്ലേ. ഇനി ഇവിടെ നിന്നൊരു ഞാനൊരു റെഫറൻസ് പോയിന്റ് എടുത്തു വിചാരിക്കാം, ഇവിടെ നിന്ന് ഈ P-ന്ന്. അപ്പോൾ രണ്ട് കഷ്ണമായിട്ടുള്ള റെസിസ്റ്ററിനെ ഞാൻ രണ്ട് പീസസ് ആക്കാണ്. അതിൻ്റെ ഒരു പീസ് ചെറുതും ഒരു പീസ് വലുതുമാണ്. അപ്പോൾ ഈ ഭാഗത്തെ റെസിസ്റ്റൻസ് കൂടുതലും, ഈ ഭാഗത്തെ റെസിസ്റ്റൻസ് കുറവും, ഈ ഭാഗത്തെ റെസിസ്റ്റൻസ് കൂടുതലുമാണ്. അപ്പം ഞാനിതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടെർമിനൽ B2, അതിനുശേഷം ഞാനൊരു റെസിസ്റ്റൻസ് വരച്ചു, ഒരു തടസ്സം. പിന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് കുറച്ച് വലുതായി വരച്ചു. ആൻഡ് ദിസ് ഇസ് B1. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഇനി തിരിച്ച് ഈ ഫിഗറിലേക്ക് വന്ന് ഈ P എന്ന ടെർമിനൽ അവിടെ ജംഗ്ഷൻ ആണല്ലേ. സോ ഐ ക്യാൻ സേ ദിസ് ഇസ് എ PN ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ ഈ ടെർമിനലിൽ നിന്ന് ഞാനൊരു PN ജംഗ്ഷൻ ഉണ്ടാക്കുകയാണ് അല്ലേ. PN ജംഗ്ഷൻ ഡയോഡ് ആയില്ലേ. ഈ ടെർമിനൽ എന്താണ്? E. ഇതിന് ഞാൻ D എന്ന് പേരിടുന്നു. ദിസ് ഇസ് യുവർ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് വാട്ട് യുവർ UJT. ഇത്രയും ക്ലിയർ ആയതുകൊണ്ട് വിചാരിക്കുന്നു. ഇപ്പം സപ്പോസ് ഇൻപുട്ട് ഞാൻ കൊടുക്കുന്നത് എമിറ്ററിലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ഇൻപുട്ടിൽ ഞാൻ കറണ്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് വരാവുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? അതിനു മുമ്പ് ഗൈസ് ഇവിടെ എനിക്ക് പേര് കൊടുത്തില്ല അല്ലേ. ഞാനിവിടെ RB2 എന്നും ഇവിടെ RB1 എന്നും റെസിസ്റ്റൻസ് കൊടുക്കും. ഈ RB1 വേരിയിങ് ആണ്. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ലേറ്റർ ഓൺ ഐ വിൽ ഡിസ്കസ്. ഈ രണ്ട് ബേസുകൾ തമ്മിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആയിരിക്കും എന്ത്? ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ, വെൻ ദർ ഇസ് നോ ഇൻപുട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്റർബേസ് റെസിസ്റ്റൻസ് എന്നും പറയും. ദാറ്റ് ഇസ് RBB is equal to RB1 plus RB2. സാധാരണഗതിയിൽ ഇതിൻ്റെ വാല്യൂ ഏതാണ്ട് 4 കിലോ ഓം തൊട്ട് 10 കിലോ ഓം വരെയാണ് RBBന്റെ വാല്യൂ വരാറ്. റൈറ്റ്, അതിൻ്റെ റേഞ്ച് പറഞ്ഞു എന്നുള്ളൂ. റൈറ്റ്. നൗ ഗൈസ്, ഇനി നമുക്ക് എന്ത് കഴിഞ്ഞു? ബേസിക് സ്ട്രക്ചർ കഴിഞ്ഞ്, ഇക്വലന്റ് സർക്യൂട്ട് കഴിഞ്ഞു. നൗ വിൽ ഗോ ഫോർ ദ സിംബൽ ഓഫ് വാട്ട്? UJT. ആദ്യം തന്നെ നമ്മളൊരു വട്ടം വരയ്ക്കും. വിൽ ഡ്രോ എ സർക്കിൾ. Then we'll draw a line like this. വളം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. This is your B2 terminal, this is your B1 terminal. അപ്പോൾ ഇനി എമിറ്ററും കൂടി വരച്ചാൽ സർക്യൂട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ സിമ്പിൾ കഴിഞ്ഞു. എമിറ്റർ ശ്രദ്ധിച്ചേ, എമിറ്ററിൻ്റെ ഭാഗം P എന്തിനടുത്താണ്? B1-ന്റെ അടുത്താണ്. പക്ഷേ ശ്രദ്ധിക്കണം, ലേറ്റർ ഓൺ വിൽ സി ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൂടുതൽ. എപ്പോഴും എമിറ്ററിന് ടെൻഡൻസി എപ്പോഴും ബേസിലേക്കുള്ള ഈ B1-ലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരയ്ക്കുമ്പോൾ ഇതിന് അടുത്തായിട്ട് ഞാൻ ടെർമിനൽ വരച്ചു. പക്ഷെ കറണ്ട് ഒഴുകുന്നത് എങ്ങോട്ടാണ്? B1. എന്തുകൊണ്ട് എന്ന് അറിയാൻ വേണ്ടി വി ഹാവ് ടു ഗോ ഫോർ ദ വർക്കിംഗ് ഓഫ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ക്ലിയർ ആവുന്നത് വിചാരിക്കണേ. നമ്മൾ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവാം. റൈറ്റ്. അപ്പോൾ വർക്കിംഗ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും നമുക്ക് രണ്ട് സർക്യൂട്ടുകൾ വരയ്ക്കണം. റൈറ്റ്. So this is the basic structure. P ഉണ്ട്, ബേസ് B2, ഇവിടെ B1, right, and ഇവിടെ
എമിറ്റർ ഉണ്ട്. ഇനി ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഇവിടെ RB2 RB1 RB1 ഇവിടെ ഒരു ഡയോഡ് വരയ്ക്കുകയാണ്. റൈറ്റ്. അപ്പോൾ ഇത് B2 ഇരിക്കട്ടെ, ഇത് B1 ഇരിക്കട്ടെ. ഇവിടെ എമിറ്റർ, ഇവിടെ ഡയോഡ് ഇരിക്കുന്നുണ്ട് അല്ലേ. ഈ ഡയോഡിൻ്റെ അക്രോസ് വരാൻ പോണ ഡയോഡിന് വോൾട്ടേജ് VD എത്രയാണ് വരിക? അത് 0.7. ഇതൊക്കെ നമുക്ക് അറിയണതല്ലേ, ഫോർവേഡ് ബയസിലുണ്ടാകുന്ന ഡയോഡിൻ്റെ വോൾട്ടേജ്. ഇനി ഞാൻ എവിടേക്കാണ് VEയിൽ വോൾട്ടേജ് കൊടുക്കുന്നതിന് മുമ്പ് സപ്പോസ് വി ആർ ഗോയിങ് ടു ഗിവ് വോൾട്ടേജ് ടു ദീസ് ടു റെസിസ്റ്റൻസ് അക്രോസ് RB1 ആൻഡ് RB2. അപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോണേ കേട്ടോ. സപ്പോസ് ഇങ്ങനെ, ദിസ് ഇസ് യുവർ VBB. ഇത് തന്നെ ഞാൻ ഇവിടെയും വരയ്ക്കാൻ പോവാണ്. വോൾട്ടേജ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് അങ്ങനെ വരുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ ഇക്വേഷൻ എനിക്ക് എഴുതാൻ പറ്റും. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. വോൾട്ടേജ് റൂൾ വെച്ചിട്ട് ദാറ്റ് ഇസ് V1. ദാറ്റ് ഇസ് V1 എന്ന് ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് വിച്ച് ഇസ് അക്രോസ് RB1. എങ്ങനെ എഴുതാം? V1 is equal to RB1 divided by RB1 plus RB2 into the total voltage, that is VBB. റൈറ്റ്. എന്തിനത് എഴുതിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2നെ പറയുന്നതാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ. എന്താണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ? അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈറ്റ എന്നാണ്. അപ്പോൾ V1നെ ഇതിനെ ഈറ്റ എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈറ്റ VBB. ഇനിയുള്ള എല്ലാ എക്സ്പ്ലനേഷനിലും നമ്മൾ ഈറ്റ VBB എന്നാണ് എഴുതാൻ പോകുന്നത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. ഇനി ഈ ഈറ്റ VB അല്ലെങ്കിൽ ഈറ്റേൻ്റെ വാല്യൂ ഏതാണ്ട് 0.51 തൊട്ട് 0.82 അറൗണ്ടാണ് വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കുക. റൈറ്റ്. ഇനി നമുക്ക് ഡയഗ്രത്തിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഇവിടുത്തെ വോൾട്ടേജ് മാത്രമാണോ ഉള്ളത്? അല്ല ഈ ഭാഗത്തെ വോൾട്ടേജ് മാത്രമാണോ? അല്ല. എമിറ്റർ അല്ലേ, പിന്നെ ഡയോഡ്, പിന്നെ RB1. അപ്പം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു എമിറ്ററിൽ നിന്നുള്ള കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഈ RBൻ്റെ അവിടെ നിന്ന് V1 വോൾട്ടേജിന് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുക, എന്തിനെ പോലും ഡിപ്പെൻഡ് ചെയ്യും, ഡയോഡിൽ അക്രോസുള്ള വോൾട്ടേജ് കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജ് നമ്മൾ എടുക്കുമ്പോൾ, ഔട്ട്പുട്ടിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വരും. എന്താ? ഈറ്റ VBB അല്ലേ, ഈറ്റ VBB പ്ലസ് VD. ഈ രണ്ട് ക്രൈറ്റീരിയനും കൂടിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. റൈറ്റ്. ഇനി നമുക്ക് എന്താണ്, കഥാപാത്രങ്ങൾ ഔട്ട്പുട്ടിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ ഇൻപുട്ടിൻ്റെ സെക്ഷൻ കൂടി ശ്രദ്ധിക്കണം. റൈറ്റ്. നൗ വി ആർ ഗോയിങ് ടു കൺസിഡർ വാട്ട് ഇൻപുട്ട് സൈഡ്. അപ്പോൾ ഇൻപുട്ടിൽ ഞാൻ ഇനി എമിറ്ററിൻ്റെ സൈഡ് ഒന്നുകൂടി ഞാൻ സർക്യൂട്ട് വരയ്ക്കാം കേട്ടോ. ചെറുതായിട്ട് വരയ്ക്കുന്നുള്ളൂ. ദിസ് ഇസ് RB1 RB2. റൈറ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി VBB കൊടുത്തിട്ടുണ്ട്, ഞാൻ വരയ്ക്കാൻ പോകുന്നില്ല കേട്ടോ. ഇതിൻ്റെ ക്രോസ് V1 ആണ്. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഈറ്റ VBB എന്ന് എടുക്കട്ടെ. റൈറ്റ്. ഇവിടെയാണ് ഏത് എമിറ്ററിൻ്റെ അവിടെ ഞാൻ സപ്ലൈ കൊടുക്കാൻ പോവാണ് കേട്ടോ. സോ സപ്പോസ് ദിസ് ഇസ് VE. റൈറ്റ്. നിങ്ങൾ സർക്യൂട്ട് പരീക്ഷയ്ക്ക് വരയ്ക്കും, ബാക്കിയെല്ലാം വരയ്ക്കണം കേട്ടോ. റൈറ്റ്. സോ ദിസ് ബിക്കംസ് പ്ലസ് ആൻഡ് മൈനസ്. റൈറ്റ്. നൗ ഈ VD എന്ന് പറയുന്നത് ഡയോഡിൻ്റെ വോൾട്ടേജ്. റൈറ്റ്. ഈ ബീറ്റ VBB എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് കണ്ടീഷൻസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. സപ്പോസ് സാധാരണഗതിയിൽ വി ആർ സപ്പോസിങ് ദാറ്റ് ദിസ് VE വോൾട്ടേജ് ഇസ് ലെസ് ദാൻ VD പ്ലസ് ഈറ്റ VBB. അതായത് ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഇത് ഈ ഡയോഡിൻ്റെയും ഈ RB2ൻ്റെ അക്രോസുള്ള വോൾട്ടേജിൻ്റെ സമ്മിനേക്കാളും കുറവാണ് സാധാരണഗതിയിൽ നമ്മൾ എടുക്കുക. എപ്പോൾ UJT ഓഫായിരിക്കുന്ന കണ്ടീഷനാണ് കേട്ടോ അത്. ഇപ്പോൾ സപ്പോസ് ഞാൻ വേറെ കണ്ടീഷൻ എടുക്കുകയാണ്, VE 0 ആയിരുന്നു വിചാരിക്കുക, 0 ആയിരുന്നു വിചാരിക്കുക. VE 0 എന്ന് പറഞ്ഞാൽ ഈ ഡയോഡിൻ്റെ ഇപ്പുറം 0വും ഇപ്പോൾ ഞാൻ പറയുകയാണ് ഈ ഈറ്റ VB ഇതും കൂടി എടുക്കാം. ഈറ്റ VBB സപ്പോസ് ഇറ്റ് ഇസ് 10 വോൾട്ട്. ഈ VBB അതായത് ഈ RB2ൻ്റെ അവിടെ ഉള്ളത് VBB അല്ല, ഈറ്റ VBB അതിൽ 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പുറം 10 വോൾട്ട്. അപ്പോൾ ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണോ റിവേഴ്സ് ബയസ്ഡ് ആണോ? റിവേഴ്സ് ബയസ്ഡ് അല്ലേ. റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇതിന് കുറച്ച് കറണ്ട് പോകും. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് ലീക്കേജ് കറണ്ട് അല്ലേ, ഓർ ഐ വിൽ സേ റിവേഴ്സ് കറണ്ട്
അപ്പോൾ ഈ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് പോവുക? ഈ ഡയറക്ഷനിലാണ് പോകുക അല്ലേ? സോ കണ്ടീഷൻ അല്ലേ? അപ്പോൾ VE 0 ആയിരിക്കുമ്പോൾ എന്ത് കറണ്ട് ഒഴുകുന്നുണ്ടോ? ഉണ്ട്. ആ ഒഴുകുന്ന കറണ്ടിനെ സപ്പോസ് ഞാൻ IEO എന്ന് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ ലീക്കേജ് കറണ്ട്. വാട്ട്? ലീക്കേജ് കറണ്ട്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലീക്കേജ് കറണ്ട് ഒഴുകുന്നത് ഏതുവരെ ഉണ്ടാവും? ഈ VE 0 തൊട്ട് അല്ലേ കണ്ടീഷനിൽ. അപ്പോൾ ഞാനതിനെ സപ്പോസ് ഐ ഡ്രോ ഇറ്റ് ഇൻ ദ കണ്ടീഷൻ ലൈക്ക് ദിസ്. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം കേട്ടോ. ദിസ് ഇസ് ബിറ്റ്വീൻ IE ആൻഡ് ദിസ് ഇസ് VE. റൈറ്റ്. അപ്പോൾ ഇപ്പറല്ലേ റിവേഴ്സ് കറണ്ട് അല്ലേ? സോറി, റിവേഴ്സ് കറണ്ട് അല്ലേ? അപ്പോൾ ഈ IEO എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും അല്ലേ? റിവേഴ്സ് കറണ്ട്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമ്മൾ VE നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഇപ്പോൾ VE എന്ന കണ്ടീഷൻ 0 ആയിരിക്കുന്ന കണ്ടീഷൻ അല്ലേ? VE 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് കുറച്ച് കറണ്ട് ഉണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ. അത് ഞാൻ മാർക്ക് ചെയ്തു IE. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇനി ഞാൻ ഈ VE ഇത് സപ്പോസിഷൻ അല്ലേ? ഇത് ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി സപ്പോസ് VE ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ദാറ്റ് ഈസ് ഈ പോയിന്റ് ഇത് 0 കൂട്ടി കൂട്ടി വരാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഡയോഡ് ഫോർവേഡ് റിവേഴ്സ് ബയസിങ് കുറഞ്ഞ് ഫോർവേഡിലേക്ക് ആയിട്ടില്ല കേട്ടോ. റിവേഴ്സ് ബയസിൽ മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് അല്ലേ? സോ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് VE, ദെൻ IEO ഗോസ് ഓൺ ഡിക്രീസിങ്. IEO ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കറണ്ട് എങ്ങോട്ടാ പോവുക? ഇങ്ങനെ പോകും. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. റൈറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോകട്ടോ. VE എന്നത് ഈറ്റ VBB ആണെന്ന് വിചാരിക്കുക വാല്യൂ കേട്ടോ. ഏതോ ഒരു പോയിന്റിൽ VEന്റെ വാല്യൂ 0 നമ്മൾ കൂട്ടി വരാൻ പറഞ്ഞു. അങ്ങനെ കൂട്ടി വന്ന് അതിന്റെ വാല്യൂ ഈറ്റ VBB ആയി എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന്റെ അർത്ഥം ഈറ്റ VBBന്റെ വാല്യൂ ഞാൻ എത്ര പറഞ്ഞ 10 വോൾട്ട് അല്ലേ? അപ്പൊ ഇപ്പുറം 10 വോൾട്ട്. അപ്പോൾ VEയും 10 വോൾട്ടായി എന്നല്ലേ പറയണേ? അപ്പൊ ഈ ഡയോഡ് ഫോർവേഡ് ആയിരിക്കും റിവേഴ്സ് ആയിരിക്കും? രണ്ടും അല്ല. ഇറ്റ് ഇസ് നൈദർ ഫോർവേഡ് ഓർ റിവേഴ്സ്. അതിന്റെ അർത്ഥം കറണ്ട് ഒഴുകുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ദർ ഇസ് നോ കറണ്ട് അറ്റ് ദിസ് പോയിന്റ് അല്ലേ? ഏത് VE is equal to ഈറ്റ EBB. അപ്പോൾ ഈ പോയിന്റിന്റെ വോൾട്ടേജ് അല്ലേ? ഈ ഒരു പോയിന്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തില്ല? കറണ്ട് ഇല്ല. ദർ ഇസ് നോ കറണ്ട്. അവിടെ ഈ സെക്ഷന് നമുക്ക് ഇല്ല. ക്ലിയർ ആവുണ്ട് വിചാരിക്കണേ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം അല്ലേ? നൗ ഇനിയും നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? സെക്കൻഡ് പോയിന്റ് ആയിട്ടിരിക്കട്ടെ. നൗ തേർഡായിട്ട് ഞാൻ ചെയ്യാൻ പോണത് we are going to increase the emitter voltage again അല്ലേ? എന്നിട്ട് എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യാൻ പോണേ? ആദ്യം ഈറ്റ VPP ആയില്ലേ? ഇനി അത് പ്ലസ് VDയും കൂടി ആയി നമ്മൾ വിചാരിക്കും. കാണില്ല അല്ലേ? ആയി എന്ന് വിചാരിക്കും. ആ സമയത്തായിരിക്കും എന്ത് പീക്ക് കറണ്ട് ഒഴുകാൻ പറ്റുന്നത് അല്ലേ? എന്താണ് ഇത് രണ്ടിനും വോൾട്ടേജിന് തുല്യമായിട്ട് ഞാൻ എമിറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വർക്ക് ചെയ്യും. അതും ഫോർവേഡായിട്ട് വർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ മാക്സിമം കറണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് റീച്ചസ് എ പോയിന്റ് ലൈക്ക് ദിസ് റൈറ്റ്. മാക്സിമം കറണ്ട് വന്നുകൊണ്ടിരിക്കും ആൻഡ് ഇറ്റ് റീച്ചസ് എ പീക്ക് പോയിന്റ്. ആ പോയിന്റ് VPയിലായിരിക്കും എന്താ പീക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ടാവുക. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നത്. ഓർ ദിസ് വോൾട്ടേജ് ഇസ് നോൺ ആസ് പീക്ക് വോൾട്ടേജ്. ഈ പോയിന്റ് വോൾട്ടേജിനെയാണ് ഞാൻ പീക്ക് വോൾട്ടേജ് എന്ന് പറയും. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അഗെയിൻ ഞാൻ നാലാമത്തെ കണ്ടീഷൻ എടുക്കാം കേട്ടോ. അഗെയിൻ ഐ എം ഗോയിങ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ദാറ്റ് ഈസ് VE ഫർദർ ഇൻക്രീസ് ചെയ്തിട്ട് സോ ദാറ്റ് V is greater than ഈറ്റ VBB പ്ലസ് VD അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ബേസിക് സ്ട്രക്ചറിലേക്ക് തന്നെ പോകാം. തിരിച്ച് ബേസിക് സ്ട്രക്ചറിലേക്ക് പോവാം. എന്ത് കണ്ടീഷനാണ് പറഞ്ഞത്? when your emitter VE is greater than ഈറ്റ VBB പ്ലസ് VD. ഈ കണ്ടീഷൻ ആകുന്ന സമയത്ത് ഈ PNL ഹോൾസ് ഇല്ലേ? ആ ഹോൾസ് എന്ത് സൈഡിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടാവും? N സൈഡിലേക്ക് പോകാൻ ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ എങ്ങോട്ടാ പോകുക? ഇങ്ങോട്ടല്ല, പക്ഷെ ഇങ്ങോട്ട് അല്ലേ? ദേ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദിസ് ഡിറക്ഷൻ.
അങ്ങനെ പോകുമ്പോൾ എത്രത്തോളം ഫ്ലോ കൂടുന്നു അത്രത്തോളം റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അപ്പം ഈ RB1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെ, ഇവിടെ നിന്ന് കൂടുതൽ ഒഴുക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ ബേസിലുള്ള റെസിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ്. റൈറ്റ്, സോ ദാറ്റ് ഞാൻ തിരിച്ച് അപ്പുറത്തേക്ക് എഴുതാൻ പോവാണ് കേട്ടോ. സോ ദാറ്റ് ഇൻ ദിസ് കണ്ടീഷൻ വാട്ട് ഐ ടോൾഡ്, P-ന്ന് ഹോൾസ് എൻ സൈഡിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ബേസിലെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവിടുത്തെ വോൾട്ടേജും കൂടും, കുറയും. ഇത് കുറയല്ല. സോ വോൾട്ടേജ് കുറയും. എപ്പോൾ വരെ? ഒരു ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വാലി പോയിന്റ് എത്തുന്നത് വരെ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഗ്രാഫ് വരയ്ക്കട്ടെ. സോ ഗ്രാഫ് തിരിച്ച് ഞാൻ വരയ്ക്കണം കേട്ടോ. ദിസ് ഇസ് VE, ദിസ് ഇസ് IE, റൈറ്റ്. സോ ഇനീഷ്യലി ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പീക്ക് വോൾട്ടേജ് എത്തി, ഇനി വാലി പോയിന്റ് വരെ കുറഞ്ഞുകൊണ്ടേയിരുന്നു വോൾട്ടേജ്. റൈറ്റ്, ദിസ് ഇസ് യുവർ വാലി പോയിന്റ്. ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. റൈറ്റ്, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണ, ഇനിയും ഞാൻ എന്ത് ചെയ്യുക, VE ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇനി VE ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇനി സാധാരണഗതിയിൽ വോൾട്ടേജ് കൂടുമ്പോൾ സാധാരണഗതിയിൽ എന്താ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുകയല്ലേ, നന്നായി കറണ്ടിന് ഒഴുകിക്കൊണ്ടിരിക്കും. കറണ്ട് എന്തായിരിക്കും, ഫ്ലോ കൂടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ദ ഗ്രാഫ് നൗ ബിക്കംസ് ലൈക്ക് ദിസ്. ഇനി ഈ ഗ്രാഫിന് ഞാൻ 2-3 റീജിയൻസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭാഗത്തിന് ഞാൻ പറയാം കട്ട് ഓഫ് റീജിയൻ എന്നാണ്. എന്താണ് കട്ട് ഓഫ് റീജിയൻ? ഇത്രയും ഭാഗത്തിനെ ഞാൻ പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. Right, and this much region is known as saturation region. Clear ആയിട്ട് വിചാരിക്കണേ. റൈറ്റ്,